പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, രോഗങ്ങളുള്ളവരെ അതീവ വിശ്വാസത്തോടെയും രോഗാതുരമായ ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ പുതിയ ആൾക്കാരാകാൻ ചിലർ കൃപാസനത്തിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതിന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഗ്ലോബൽ റോസറി ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകൾ മാത്രം കണ്ടാൽ മതി. എത്രയോ മനുഷ്യരാണ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു സാക്ഷ്യം ഗൂഗിൾ മീറ്റിൽ വന്നത്, ഒരു ചേച്ചിയുടെ ബ്രെയിൻ ട്യൂമർ അത്ഭുതകരമായി സുഖപ്പെട്ടതാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനിതുപോലെ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞത് ഇതാണ്: മക്കളെ, രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അപ്പം ആ ചേച്ചി എന്നാ ചെയ്തത്? അവിടെ തലയിലുള്ളിൽ ട്യൂമറാണ്. ഉടനെ അവർ ആ സമയത്ത് ഈശോയുടെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കീമോതെറാപ്പി ചെയ്തിട്ട് സുഖപ്പെടാതിരുന്ന തലവേദനയുടെ രോഗമുള്ളതാണ്. പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. അപ്പം നീ ഏത് ഭൂഖണ്ഡത്തിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ല, എവിടെയായാലും ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവത്താറയിലാണ്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പാ, സ്വർഗീയപ്പ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൈവർത്തി പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തിരുമുറുവാണെന്ന് വലതുകരം ഓരോ മക്കളുടെ ഇപ്പോഴും ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അടിപ്പിളർ പോലെ, വൈദ്യാഘാതം പോലെ സംബന്ധമായ രോഗങ്ങൾ, തലച്ചോറിലെ കുരുക്കള്, സിസ്റ്റുകളെല്ലാം ഇപ്പോഴും നിർവീര്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തിയെ കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങ് കൈ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെ പോലെ നടപടി 4:30 പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങനെ കൈ ഉയർത്തണമേ. ശിശുരോഗങ്ങള്, സ്ഥിര സംബന്ധമായ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, പാൻക്രിയാസ് രോഗികള്, ക്ഷയരോഗികള്, നെഞ്ചിന് കഞ്ചക്ഷനുള്ള കൊറോണ രോഗികള്, ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ച് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരീകരണം ലഭിക്കാൻ ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 35 വർഷത്തെ പൗരോഹിത്യത്തെ കർത്താവേ നീ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ രോഗികളെ ശ്വാസകോശങ്ങൾ കഴുകണമേ. ഹൃദയരോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്തത്തെ കഴുകണമേ. കരൾ രോഗികൾ, മഹോദ രോഗികള്, പാൻക്രിയാസ് രോഗികള് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേദനക്കാരിയാണ്. നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ വസ്തിപ്രദേശത്ത് വേദനയുള്ളവരെ, ഇരിക്കാൻ പറ്റാത്ത, എഴുന്നേക്കാൻ പറ്റാത്തവരൊക്കെ വസ്തിപ്രദേശത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്.
കുടൽ രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റില രോഗികൾ, PCOD രോഗികളെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും അടിവയച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായിരുന്നു, 19 വർഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായതാണ്. മലം പോകാതെ പലപ്പോഴും വയറിങ്ങനെ തട്ടി വീഴ്ത്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി. അതായത് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് 19 ദിവസത്തിനുള്ളിലേ അവർ പൂർണ്ണമായി സുഖപ്പെട്ടു. ഇവർക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവർ, ഇപ്പം നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടൽ ചുരുങ്ങുന്നവരുണ്ട്, കുടലിൽ കുരുക്കുള്ളവരുണ്ട്, അൾസർ രോഗികളുണ്ട്, അലസിസ് രോഗികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴേ അതില്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല. അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നീറ്റലും ഊത്തലും വേദനയും ഉറക്കമില്ലായ്മയും ഇരുന്ന് ജോലി ചെയ്യാൻ എന്തുമാത്രം വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദയവായി എനിക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആ രോഗമുള്ളവർക്ക് സുഖപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് യേശുനാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കിഡ്നി രോഗികളെ സ്പർശിക്കണമേ ഈശോ. ഈശോ നിന്റെ തിരുമുമ്പാർന്ന അണിപ്രധാന അത്ഭുത കരത്താൽ അങ്ങ് കിഡ്നി രോഗികളെ സ്പർശിക്കണം ഈശോ. കിഡ്നി കല്ലുള്ളവരെ സ്പർശിക്കണം കർത്താവേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ വസ്തുപ്രദേശത്തെ വേദനകളും നീതികളും ഈശോ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വാധീന കുറവുകളും യേശുവിന്റെ ഉന്നതമായ നാമത്തെ PCOD രോഗങ്ങളെ കർത്താവേ, എല്ലാവിധ നടുവേദനകളും കിഡ്നി രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മള് വാതരോഗികള്, കാലിലും ശരീരവും ചൊറിഞ്ഞു പൊട്ടുന്ന വിസർപ്പ സോറിയാസിസ് രോഗികള്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം സിസ്റ്റായിട്ടിരുന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, അസ്ഥി പൊടിയുന്ന രോഗികൾ, അസ്ഥി ഉരുക്കമുള്ള രോഗികൾ, ശരീരം മൊത്തം ചൂടാകുന്ന രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പ, നടപടി 4:30 പ്രാർത്ഥിക്കുന്നു. അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും അപ്പാ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉള്ളംകാലം ഉച്ചവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ മാർഗ രോഗങ്ങള്, സ്ഥിരവ്യാധികള് പൂർണ്ണമായ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസപൂർവ്വം കൈകള് സ്വസ്തിക വെച്ചിട്ട് ശരീരം മുഴുവനും ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. വിശ്വാസപൂർവ്വം കൈ സ്വസ്തിരോ വെച്ചിട്ട് ശരീരം മുഴുവൻ ഉള്ളംകാലം മുതൽ ഉച്ചവരെ പരിശുദ്ധ കുർബാന കേൾപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ, കഴുകണമേ. കർത്താവേ, കർത്താവേ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ. കർത്താവേ, കർത്താവേ, രോഗങ്ങള് അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ,
ഇപ്പോഴേ അത്ഭുതകരമായി അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗങ്ങള് വാദരോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, മുടി കൊഴിയുന്നവരെ, കുരുക്കള്, ചൊറികള്, ചിരങ്ങുകള്, സോറിയാസിസുകള് വരുന്നവരെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഓ കർത്താവേ അങ്ങ് കഴുകണമേ. ശരീരത്തിലെ അസ്ഥികൾ മുറിച്ചിട്ട് കമ്പിയിട്ടിരിക്കുന്നവരെ, ഓപ്പറേഷന് മൂലം പല അന്യപദാർത്ഥങ്ങള് ശരീരത്തിലെ കൽപ്പിച്ചിരിക്കുന്നവരെ കർത്താവേ അങ്ങയുടെ നാമത്തിലെ പലതരത്തിലുള്ള നടക്കാനും കിടക്കാനും ജോലി ചെയ്യാനും ആവശ്യത അനുഭവിക്കുന്നവരെ യേശുവിന്റെ നാമത്തിലെ എഴുന്നേറ്റ് നടക്കട്ടെ. മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ, ജോലിയില്ലാത്തവരെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത് വരുമാനം ഇല്ലാത്തവർ, കടം കയറി വിഷമിക്കുന്നവരെ, അതിന് വരുമാന മാർഗങ്ങൾ ജോലി ഉണ്ടായിട്ട് വ്യവസായങ്ങൾ വ്യാപാരങ്ങളൊക്കെ ക്ഷയിച്ചു പോയവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. 34 വയസ്സുള്ള വിവാഹം ഒത്തുവരാത്തവർ പ്രത്യേകം ഇപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജോലി അകലങ്ങളിൽ ജോലി പെട്ടുപോയവർ, അവിടെ ജോലി കിട്ടണമില്ല, അവർ ലോക്ക്ഡൗണിലാണ്, അവർക്ക് പുറത്തോട്ടിറങ്ങാനും പറ്റണില്ല, ജോലി അന്വേഷിക്കാനും പറ്റണില്ല, അവർ ടെസ്റ്റ് എഴുതിയൊരു ജോലി കിട്ടാത്തവരെ, ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷെ ജോലി ഒന്നുമില്ലാതെ വിഷമിക്കുന്നവർ, നാണം കെട്ട് ജീവിക്കുന്നവരുണ്ട്. കാര്യം ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ അവതാരത്തിൽ ജീവിച്ചിട്ട് അവരുടെ മുഖം വെളുത്ത ചോറും കറുത്ത മുഖം എന്ന് പറഞ്ഞ പോലെയൊക്കെ മാനസിക പീഡ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ സാക്ഷ്യം പറയണം. ഇത് എന്താ വെച്ചാൽ ഇത് കർത്താവ് കാണിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാം ഉള്ള നൊന്തും വേദനിക്കണ എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. ഈശോ അവൻ്റെ മേലും കർത്താവ് കൈകൾ വെക്കും. ഒരു കാലത്ത് അവർക്ക് 24 ദിവസത്തിനുള്ളിൽ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും. കർത്താവെ, നീ കാണിച്ചു തരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് നീ വലിയ സന്ധിപ്പും കാരുണ്യം കാണിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിസ്സഹായ കഴിയുന്നവരുണ്ട്. അവർ മരിച്ചു പോയതിൻ്റെ പേരിൽ സന്ധിപ്പ് പോയതിൻ്റെ പേരിൽ മറ്റുള്ളവർ മേക്കെട്ട് കയറുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം അവരുടെ വേദന നീ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, കർത്താവ് IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ, OET പോലുള്ള പരീക്ഷകൾ എഴുതിയിട്ട് തെറ്റിപ്പോയവരെ, അതുപോലെ വേദന അനുഭവിക്കുന്നവരെ, റിസൾട്ടിനെ കർത്താവ് ആശങ്കയോടെ കാത്തിരിക്കുന്നവരെ, ഈശോ എല്ലാവരും കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകളെ, നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അങ്ങ് സ്പർശിക്കണ കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയെത്തിക്കാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ഈശോയുടെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആരാധനയുടെ ആശീർവാദം മേടിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ ഏതെങ്കിലും വിഷയം വിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ജീവിക്കുന്ന യേശുവേ, തിരുനാമത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യ